പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക. ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാൻ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമ്മയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസം മാറാതെ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്.
വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യപിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മുന്നേറ്റങ്ങളിലെ ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴു ഉണ്ടാവുമെന്ന് പറയണില്ലേ? അത് പൂവിടണ കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും, ചിലപ്പോൾ പുഴുവായിരിക്കും. അത് മാങ്ങ പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ പുഴു അതുപോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക്. ഇങ്ങനെ ഒരു ഗതികേടുണ്ട്. സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായില്ല, നമ്മൾ അറിയത്തില്ല. അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മളതിനെ കരിസ്മാറ്റിക്, ഇപ്പോൾ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിരുന്നതാണ്. ഇപ്പം മരിയൻ ധ്യാനം നടക്കണം. ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യകാലങ്ങളൊക്കെ വരുന്നവർ നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു 12 ഇടവക കൊച്ചച്ഛനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ. പക്ഷേ അവർ ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, അതുപോലെ തന്നെ അന്തരീസൗഖ്യ ധ്യാനം കൂടി, പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി, ഓരോരോ ധ്യാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും. അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവുണ്ടെങ്കിൽ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും. അപ്പോൾ ഇത് എന്നെ കണ്ടുപിടുത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ നമ്മൾ കണ്ട വചനം വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ എന്താ കണ്ടത്? 1 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതിലെനിക്ക് അഹംഭാവം കണ്ട. ഈ സാധനം കയറി വരും. അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും. ഇത് പൗലോസിൻ്റെ ഒരു നിരീക്ഷണമാണിത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു, എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. പത്രോസിനെ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. അപ്പം ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത്. കാര്യം അദ്ദേഹം പറയത്തില്ലേ, നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യകാര്യങ്ങൾ അദ്ദേഹം പറയണത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു അഹംഭാവം ഉണ്ട്. പക്ഷേ ക്രമേണ ക്രിസ്തു ആ മേഖലയെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കണമെന്ന് പറയും. അത് പ്രോസസ്സാണ്. ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. പൗലോസിൽ വളരെ നന്നായിട്ട് നടന്നത്, പൗലോസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്രോസിനേക്കാൾ പാടായിരുന്നു പൗലോസിനെ വിട്ടുകൊടുക്കാൻ. ഗർവ് കൂടുതലായിരുന്നു. പത്രോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ്. അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ശാഠ്യം പിടിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും. അത് ഒഴിവാക്കാമായിരുന്നു. പത്രോസ് ആര്? ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ?
അവൻ്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ, അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കഴുത്തെ പിടിച്ചുള്ള താഴെയിട്ട ആളാണ്. അയാൾക്ക് മനസാന്തരം ഉണ്ടായി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ല. ശരിക്കും പൗലോസിന് അവസാന കാര്യങ്ങളിലാണ് ശരിക്കും പാകത വരണത്, കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന്. ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത്. നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും. കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ, അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാ ദാസന്മാരാണെന്നൊക്കെ പറയണില്ലേ, അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പോടെ ഇല്ലെന്നേ പറയണത്. അതാ ഈശോ പറഞ്ഞതാണ് സംഭവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമില്ലേ 17:10, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. അപ്പൊ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതാണ് ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് സെർവൻ്റ് ആണെന്ന്. പക്ഷെ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നല്ല സമയമെടുക്കും. അത് ഓരോ വിഷയമെന്ന് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും, ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും. പക്ഷെ അപ്പം നമ്മളവർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന്. പക്ഷേ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ എളിമയുള്ളവരാണ്, വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അതൊരു കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും. നമ്മൾ ഇന്ന് വരെ കണ്ടു, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം കൈപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും. കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ, നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാധീനതകളെ പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അഹംഭാവം. ആദ്യമേ പൗലോസ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്. ഇപ്പം ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിമല്ലേ. എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്നതാണ് ആൾക്കാർ നോക്കണത്. എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം. ഇപ്പം ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും. ക്ലെയിം ഉണ്ടാകാം, പക്ഷേ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും. 1 കൊരിന്ത്യർ 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അടിപൊളി. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്?
നിൽക്കുന്നുണ്ട്. എല്ലാം ദാനമായിരിക്കെ എല്ലാം ദാനമായിരിക്കും, ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇതാണ് ക്ലെയിമിന്റെ പ്രോബ്ലം. നമ്മൾ ദൈവദൃശ്യനെ പോലും ക്ലെയിം വെക്കാൻ പറ്റത്തില്ല. കാര്യം ആ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തത് നമ്മൾ ആർജിച്ചതല്ല. ബൈബിൾ പറയും ദാനമാണെന്ന് പറയും. ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന്. ഇത് ഒരു സറണ്ടറാണ്. ശരിക്കും പറഞ്ഞാൽ റെഡി ടു സറണ്ടർ. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ പുറകെ ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെ അല്ലേ പറഞ്ഞു തരണത്. അങ്ങനെ കുറച്ചെങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കണേ. താങ്ക് യു. തിരുക്കുമാരനും സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ആൻസി തോമസ്. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ മൂത്ത മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു നേരത്തെ. അതിനുശേഷം എൻ്റെ ഇളയ മകൾക്ക്, ഇതാണ് എൻ്റെ ഇളയ മകൾക്ക് കല്യാണത്തിന് ശേഷം ഗർഭിണിയായപ്പോൾ ഭയങ്കര വയറുവേദനയും നടുവേദനയും ഉണ്ടാകുകയും അതേ തുടർന്ന് കിഡ്നിക്ക് നീരുണ്ടാകുകയും ചെയ്തു. അങ്ങനെ രണ്ട് കിഡ്നിയിലും വീക്കമുണ്ടായി. അങ്ങനെ അവൾക്ക് ഡോക്ടർമാർ ഞങ്ങളോട് അമ്മയ്ക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കാണുകയും അൾട്രാസൗണ്ട് ചെയ്യുകയും ചെയ്തപ്പോൾ 2 കിഡ്നിയിലും വീക്കമുണ്ട് എന്നറിഞ്ഞു. അങ്ങനെ ഒത്തിരി വിഷമസന്ധികൾ സഹിച്ച് ഞാനിവിടെ ഏപ്രിൽ 14 തീയതി 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്, ഇവളുടെ കാര്യങ്ങൾ പറയുവാൻ. ഇവിടെ വന്ന് ആഗ്രഹത്തോടെ ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, പേഷ്യൻറ്റിനെ കൊണ്ടുവന്നാൽ മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതെനിക്ക് വലിയൊരു വിഷമമായി. ഞാൻ ഇത്രയും ദൂരെ നിന്നും വന്നിട്ട് എനിക്ക് അച്ഛനെ ഒന്ന് കാണാനോ ഒന്നും സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ച് അവിടെ നിന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയം ഇവിടെ ജോസഫ് അച്ഛൻ ഇവിടെ വചനപ്രഘോഷണം നടത്തുകയായിരുന്നു. ഉടനെ ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി എന്നവണ്ണം അച്ഛൻ്റെ വാക്കുകളുണ്ടായി. ഇവിടെ വരുന്നവർ അച്ഛനെ കാണാനല്ല അമ്മയെ കാണാനാണ് വരേണ്ടത്. അച്ഛനെ കാണാൻ വരുന്നവർക്കല്ല, അമ്മയെ കണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞാൽ മതി, എല്ലാം അമ്മ സാധിച്ചു തരും എന്നാണ് അച്ഛൻ ഇവിടെ പറയുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലോർത്തു, ഞാൻ അമ്മയോട് പറഞ്ഞതിൻ്റെ മറുപടിയാണല്ലോ ഇപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് എന്ന്. ഞാനത് കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഉടമ്പടിയെടുത്ത് തിരികെ പോയി. പിറ്റേ ദിവസം വീണ്ടും വരികയും ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ചെയ്ത ശേഷം ഞാൻ തിരിച്ചു ചെന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ മകളുടെ വയറിലും നടുവിലും മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നും അവൾക്ക് നടുവേദനയും വയറുവേദനയുമായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അപ്പോൾ 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മാസങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാനും അവളുടെ ഭർത്താവിൻ്റെ അമ്മയും കൂടിയായിരുന്നു ഡോക്ടറെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നത്. ആ ഡോക്ടർ പറയുന്നത് കേട്ട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 ഒത്തിരി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഈ മാസം തികയുമോ എന്ന് പോലും ഡോക്ടർക്ക് സംശയമായിരുന്നു. അതിന് അമ്മയെയും കുഞ്ഞിനെയും എത്രമാത്രം സുരക്ഷിതരായി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം ഏതായാലും ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ച് ദിവസവും തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൾക്ക് ഡേറ്റ് പറഞ്ഞിരുന്ന ആ ദിവസം പൂർത്തിയായി. 1 ദിവസം കൂടി വരെ അവൾ കാത്തിരുന്നു. പിറ്റേ ദിവസമാണ് അവൾക്ക് സിസേറിയൻ ചെയ്തത്. സിസേറിയനിൽ യാതൊരു കുഴപ്പവുമില്ലാതെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടിയാണ് ഈ നിൽക്കുന്ന മകൻ. അതിനുശേഷം ആ കുട്ടിയെ അവളുടെ ഭർത്താവിൻ്റെ അമ്മ
ആ കുട്ടിയെ 10 വർഷം അടുപ്പിച്ച് ഇവിടെ കൊണ്ടുവരാമെന്ന് നേർച്ച നേർന്നിരുന്നു. അവന് 7 മാസം പ്രായമുള്ളപ്പോൾ ഇവിടെ വന്നു. അത് മാർച്ച് മാസത്തിലായിരുന്നു ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം. ഞങ്ങളിവിടെ വന്നപ്പോൾ കൃപാസനം അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് ഈ അൾത്താരയിൽ വന്ന് നിന്ന് ഇവിടെ പണി ചെയ്യുന്ന 2 പേരുണ്ടായിരുന്നു. അവരോട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ ലോക്ക്ഡൗൺ ഞങ്ങൾ ഹൈദരാബാദിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ ട്രെയിൻ പോലും ബന്ധായി. ഞങ്ങൾക്ക് പിന്നീട് വരാൻ സാധിച്ചില്ല. 2 വർഷം കഴിഞ്ഞു. 3-ാം വർഷമായപ്പോൾ അവൾ 2ാമതൊരു കുട്ടിയെ കൂടി ഗർഭം ധരിച്ചു. ആ കുട്ടിക്ക് ഗർഭം ധരിച്ച അന്ന് മുതൽ അവൾ ഞങ്ങളുടെ അടുത്തൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുണ്ട്. അവിടെ എല്ലാ ശനിയാഴ്ചയും അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ യാതൊരു കുഴപ്പവുമില്ലാതെ അവൾ ആ കുട്ടിക്കും ജന്മം നൽകി. ഒരു നല്ല പെൺകുഞ്ഞിനെ അവൾക്ക് കിട്ടി. അങ്ങനെ 2 മക്കളെ അവർക്ക് ദൈവം കൊടുത്തു. പ്രസവശേഷം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി. എങ്കിലും ഡോക്ടറെ കാണിച്ചപ്പോൾ കിഡ്നിയിൽ സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു. അതിട്ടു. അതിനുശേഷം അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ സുഖമായി എല്ലാവരും ഇരിക്കുന്നു. പിന്നെ എനിക്ക് 2ാമത് പറയാനുള്ള സാക്ഷ്യം, എനിക്ക് 25 വർഷമായി അൾസറിൻ്റെ അസുഖമായിരുന്നു. 2000-ൽ എനിക്ക് ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യുകയുണ്ടായി അൾസറിന്. അതിനുശേഷം എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യ. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഗുളിക കഴിച്ചിട്ട് വേണം എനിക്ക് ആഹാരം കഴിക്കുവാൻ. അങ്ങനെയായിരുന്നു ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. 2009 വരെയായി. 2009 ആയപ്പോഴേക്കും എനിക്ക് വയറുവേദന സഹിക്കാൻ വയ്യാതായി. അതിനുശേഷം 2009-ൽ അവിടെ ചെന്ന് ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ എനിക്ക് ക്രോൺസ് ഡിസീസ് എന്ന അസുഖമാണെന്ന് അറിഞ്ഞു. അത് ഇനി ജീവിതകാലം മുഴുവൻ എൻ്റെ ഈ അതിനുള്ള മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഒരു ഗുളികയ്ക്ക് 27 രൂപ വില വരുന്ന ഗുളിക 6 എണ്ണം ഒരു ദിവസം, അതും ബാക്കി മറ്റു പല അസുഖങ്ങൾക്കുമുള്ള ഗുളികകളുമായി ഒരു ദിവസം ഒരു 25 ഗുളികയോളം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഗുളികകളെല്ലാം കഴിച്ച് ഓരോന്ന് മാറുന്നതിന് മുമ്പ് ഓരോന്നായി അസുഖങ്ങൾ എനിക്ക് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മുന്നോട്ട് വരികയാണെപ്പോഴാണ് ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ഞാൻ എൻ്റെ നിയോഗം ഇത് വെച്ചിരുന്നത്. എനിക്ക് അതിനുശേഷം എനിക്കൊരു ഇടയ്ക്ക് വയറുവേദന ഉണ്ടാകിയാൽ ഞാൻ ഈ ലോകവും പരലോകവും കാണുന്നത് പോലെയായിരുന്നു എൻ്റെ വയറുവേദന. അത് കണ്ടു നിൽക്കുന്നവർ പോലും അത് സഹിക്കാൻ വയ്യാതെ വിഷമിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തിലധികമായി എനിക്ക് വയറുവേദന ഉണ്ടാകുന്നില്ല. മാസത്തിൽ ഓരോ ആഴ്ചയെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹം, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാൻ ഡോക്ടർമാർ വീണ്ടും എൻഡോസ്കോപ്പി ചെയ്തിട്ട് പറഞ്ഞു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. എങ്കിലും മരുന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തനിയെ കുറേശ്ശെയായി മരുന്നുകൾ നിർത്തി തുടങ്ങി. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക 6 ഗുളിക ഒരു ദിവസം കഴിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ഒരു ദിവസം 1 ഗുളിക വെച്ചാണ് കഴിക്കുന്നത്. അതുകൂടി നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവ് അതിന് സമ്മതിക്കുന്നില്ല. അത് പൂർണ്ണമായും മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് യാതൊരു വയറുവേദനയും ഉണ്ടാകാറില്ല. എൻ്റെ മാതാവിനെ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബോൺസുകൾക്കെല്ലാം വീക്കായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു എൻ്റെ കാലിനും കൈക്കുമെല്ലാം. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ മരുന്നുകളുടെ എല്ലാം എഫക്റ്റ് കൊണ്ടുകൂടിയാണ് ഇതുണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ അസുഖത്തിന് അതിനും കൂടുതൽ മരുന്നുകൾ വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു സ്റ്റെപ്പ് കയറാൻ വയ്യ. കുറച്ച് സമയം എനിക്കൊരിടത്ത് നിൽക്കാൻ വയ്യ. എവിടെയെങ്കിലും ചെന്നാൽ ഉടനെ തന്നെ എനിക്കിരിക്കണം. ഞാൻ പള്ളിയിൽ പോയാൽ കുർബാനയ്ക്ക് മുഴുവൻ സമയവും കസേരയിൽ ഇരുന്നു കൊണ്ടാണ് കുർബാന കൂടുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. ആ അവസ്ഥയിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഞാൻ ആ മരുന്നുകളും കുറേശ്ശെയായി നിർത്തി. ഉടമ്പടി തൈലം എൻ്റെ നെറ്റി മുതൽ
വയറിലും കാലിലും കയ്യിലും എല്ലാം ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ദിവസവും മാതാവിൻ്റെ ഉപ്പും ഞാൻ വായിൽ ഇട്ട് കഴിച്ചു. അങ്ങനെ ആ ബോൺസിൻ്റെ വേദനകളും എനിക്ക് എല്ലാം പൂർണ്ണമായും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മൂത്ത മകളുടെ മകനാണ്. അവൻ ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ എവിടെ നിന്നറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ആർക്കുമില്ലാത്ത ഒരു ആണി രോഗം അവൻ്റെ കാലിൽ കണ്ടു തുടങ്ങി. 3-4 സ്ഥലത്ത് ആ ആണി രോഗം കണ്ടു. കുഞ്ഞിനെ നിലത്ത് കാല് കുത്തി നടക്കാൻ മേലാത്ത വേദനയായിരുന്നു. മരുന്നുകൾ ചെയ്തു, പക്ഷേ അത് പോയില്ല. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി തൈലം പുരട്ടുകയും കൊണ്ടുവന്ന ഉടമ്പടി തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2-3 ദിവസങ്ങൾക്ക് ശേഷം ആ ആണികളെല്ലാം ഇളകി താഴെ പോയി. ആ സ്ഥാനത്തെ ഒരു പാട് പോലും ഇല്ലാതെയായി, ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ. പിന്നെ എൻ്റെ മൂത്ത മകൾ UK പോകാൻ വേണ്ടി IELTS എഴുതി. അവൾക്ക് IELTS 6.5 മാർക്ക് സ്കോറെ കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ. അവൾ BSc നേഴ്സാണ്. എങ്കിലും അവൾ അതുകൊണ്ട് സീനിയർ കെയറിൽ പോകാം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി കുറച്ച് കാശ് മുടക്കിയാണെങ്കിലും പോകണം എന്ന് വിചാരിച്ചത് ഒത്തിരി നോക്കി. അപ്പോൾ ഏകദേശം ഒരു വിസ ശരിയായി വന്നപ്പോൾ